കൊട്ടിയൂർ വൈശാഖ മഹോത്സവ കാലത്ത് ഇക്കുറിയും അന്നദാനമൊരുക്കി സേവാഭാരതി. സേവാഭാരതിയുടെ അന്നദാന വിതരണത്തിൻ്റെ ഉദ്ഘാടനം മാന്യ ഖണ്ഡ് സംഘചാലക് VC ശ്രീധരൻ്റെ അധ്യക്ഷതയിൽ RSS പ്രാന്ത കാര്യകാരി അംഗം V ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അന്നദാനം എന്നതിലുപരി കൊട്ടിയൂരിൽ വെച്ച് കൊടുക്കുന്ന ഈ ഭക്ഷണ വിതരണത്തിന് പുതിയൊരു മാനമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ലക്ഷയാഗ ഭൂമിയാണ് കൊട്ടിയൂർ. ഇവിടെ എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്ന അവരുടെ പാദസ്പർശമേറ്റ ഒരു ഭൂമി എന്നാണ് നമ്മുടെ സങ്കല്പം, നമ്മുടെ വിശ്വാസവും അതാണ്. വീരഭദ്രന്റെ ലീല കണ്ട ഭൂമിയാണ് കൊട്ടിയൂർ. മഹാവിഷ്ണുവിന്റെയും പരമശിവന്റെയും സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഭൂമി, ലക്ഷയാഗം നടന്ന ഭൂമി. ആ യാഗഭൂമിയിലെത്തുന്ന എല്ലാവർക്കും അവരെ സ്വീകരിക്കുകയും അവർക്ക് ആതിഥ്യം വരേണ്ടതിന്റെയും ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ മഹാഭാരതത്തിൽ കണ്ടിട്ടുണ്ടാവും, മഹാഭാരത യുദ്ധത്തിന് ശേഷം നടന്ന പാണ്ഡവർ നടത്തിയ യാഗത്തില് ഭഗവാൻ കൃഷ്ണനാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അന്നദാനം നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും വലിയ പ്രവൃത്തിയായ ഇലയെടുക്കൽ, എച്ചിലയിലെടുക്കുന്ന പ്രവൃത്തിയാണ് ഭഗവാൻ കൃഷ്ണൻ ഏറ്റെടുത്തത് എന്ന് നമുക്ക് മഹാഭാരതം വായിക്കുന്ന സമയത്ത് മനസ്സിലാവും. അപ്പൊ അതിന്റെ പവിത്രത എത്രമാത്രം ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദക്ഷയാഗ ഭൂമിയിലെത്തുന്ന എല്ലാ ആളുകൾക്കും, അത് ആഹാരം വേണ്ടവർക്കായാലും ശരി വേണ്ടാത്തവർക്കായാലും ശരി, അവരെ സ്വീകരിച്ചവർക്ക് അന്നം കൂട്ടേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടുകാരുടേതാണ് എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഈ വരുൺ രാജ്, രാജീവ് ജി അഗസ്ത്യമല, കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ K ഗോകുൽ, KS രാജേഷ്, അരുൺ ഭരത് തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം.